ഇന്നത്തെ പക്ഷേ ഒരു ചുണ്ടയ്ക്ക തോരനാണ് വെക്കാൻ പോണത്. തല്ലി വെള്ളത്തിലിട്ട് കഴുകി വാരിയിട്ട് തോരൻ വെക്കുന്നത് കാണിക്കാം. ഇതിൻ്റെ കുരു ഒന്നും എടുക്കാൻ പാടില്ല. ഇത് കുരു നല്ലവണ്ണം 2 വെള്ളത്തിൽ കഴുകി കളഞ്ഞിട്ട് വേണം ഇത് തോരൻ വയ്ക്കാൻ. അത് കൊലയായിട്ട് ഒടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്ന കുഞ്ഞു കുരുവാണ് അതിൻ്റെ കുഞ്ഞു കുരു. എനിക്കിത് സ്പീഡിൽ വിൽക്കാനൊന്നും പറ്റത്തില്ല. ഇത് എൻ്റെ കുഞ്ഞു നാളിലെ ചക്ക വെട്ടിയപ്പോൾ ഒരു വിരൽ പോയതാണ്. അതുകൊണ്ട് സ്പീഡൊന്നും കിട്ടൂല. ഇങ്ങനെ പതുക്കെയൊക്കെ പറിച്ചിടാനേ പറ്റുള്ളൂ. ഒരു 3 വയസ്സായപ്പോൾ പോയ വിരലാണത്. എന്താ എൻ്റെ കുഞ്ഞു വിരൽ കണ്ട. മൊത്തം അരിയാണ്, നിറച്ചരി. പിഞ്ചാണ്, പക്ഷെ നിറച്ചരിയുണ്ട്. ഇനി എല്ലാം തല്ലി കഴുകി വാരി കുരുവെല്ലാം കളഞ്ഞിട്ട് തോരൻ വയ്ക്കാം. ഞാൻ ഇതുവരെയും കഴിക്കാത്ത തോരനാണിത്. ടെസ്റ്റ് ചെയ്യാത്ത തോരനാണിത്. അമ്മ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കഴിക്കാം. ടെസ്റ്റ് ചെയ്ത് നോക്കാം. മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, കറിവേപ്പില, മുളക് പൊടി. ഇന്നത്തെ കറി വറുക്കാൻ ചുണ്ടയ്ക്ക തോരൻ ഒരു രസം മതി. കൈ തുടങ്ങിയിട്ടില്ലെങ്കിൽ ചുണ്ടയ്ക്ക തോരൻ വയ്ക്കാൻ പോകാമെന്ന് അടുപ്പിൽ വെച്ചൊന്ന് ആവി വയ്ക്കാം. ചുണ്ടക്ക അടുപ്പിൽ വെച്ച് ഇച്ചിരി പരിപ്പ് കഴുകിയിടാം. ഇച്ചിരി പരിപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇത് അതിൻ്റെ ചെറിയ ഒരു കടുപ്പുണ്ട്, അത് മാറാനാണ് ഈ ഇച്ചിരി പരിപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ശകലം ഉള്ളി, ചെറുള്ളി, കുറച്ച് കറിവേപ്പില, ശകലം ഉപ്പിടാം. ഇനി തോരൻ വയ്ക്കുമ്പോൾ ഉപ്പിടാം. ഇച്ചിരി വെള്ളത്തിൽ ഉടലയ്ക്കങ്ങ് ഒഴിക്കുക. ആവി കയറിയതിന് ശേഷം തോരൻ വയ്ക്കാം. അടപ്പെടുത്തും. ഇനി ഒന്ന് തേങ്ങയൊക്കെ ഒന്ന് എടുത്തിട്ട് തോരൻ വയ്ക്കാം. ആവി കയറി കുറച്ച് തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, കാന്താരിമുളക്, ഉള്ളി, വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ച് തോരൻ വയ്ക്കാം. ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ തീർന്നാൽ ഉള്ളി ഇട്ട് കൊടുക്കാം.
കടുക് പൊട്ടി തീർന്നിട്ടുണ്ട്. അടുത്ത് ഉള്ളി ഇട്ട് കൊടുക്കാം. നമ്മൾക്ക് മൺചട്ടിയിലാണ് വെക്കുന്നത്. കറിവേപ്പില ഇട്ട് കൊടുത്ത് ഉള്ളി ഇട്ട് കൊടുത്ത് ശകലൊന്ന് നോക്കട്ടെ. മൂത്ത ഉടനെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ്, ചുണ്ടയ്ക്ക, ഉള്ളി എല്ലാം കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ഇതിൽ തട്ടി കൊടുക്കുക. അത് മൂത്തിട്ടുണ്ട്. ഇത് തട്ടി കൊടുക്കുവാണ്. തേങ്ങ എടുത്തിട്ട് തേങ്ങയും നമ്മുടെ ആവി കയറ്റണ്ട, ഒന്ന് ചൂടായാൽ മതി. ഇതെടുക്കാം. നല്ല വെന്തതാണ്. തേങ്ങയും ഒന്ന് ചൂടായാൽ മതി. ബാക്കിയെല്ലാം വെന്തതാണ്. ചുണ്ടയ്ക്കത്തോരൻ. ശകലം ഉപ്പ് കുറവാണ്. ശകലം കൂടെ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കണക്കായിരിക്കും. എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇത് ഒരിച്ചിരി ഒന്ന് ആവി വന്നോണ്ടേ ഓഫാക്കി വെക്കുക. ചുണ്ടയ്ക്ക തോരൻ റെഡി. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം.